നമസ്കാരം, എല്ലാവർക്കും ഇത് കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CDPO-നെ പറ്റിയിട്ടാണ്. ഞാനൊരു 5 മാസം മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു CDPO കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അവിടെ ഒരുപാട് എൻക്വയറീസ് വന്നു, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പേഴ്സണലി മെസ്സേജ് അയച്ച് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ആദ്യമായിട്ട് ഇത് ലാസ്റ്റ് CDPO വിളിച്ചിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷന്റെ വിവരങ്ങളാണ്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫുൾ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അതിനുശേഷം മാത്രം ഞാൻ പറയുന്ന കാര്യങ്ങൾ, കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് കേൾക്കുക. അപ്പൊ CDPO-യുടെ ഏറ്റവും അവസാനം വിളിച്ച നോട്ടിഫിക്കേഷൻ 2020-ലായിരുന്നു. അത് പ്രകാരം 2022-ലാണ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രീവൈക്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നെറ്റിലൊക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം. അപ്പൊ അത് പ്രകാരമുള്ള സിലബസ് ഞാൻ കാണിക്കാം. അപ്പൊ 2020-ൽ വന്ന നോട്ടിഫിക്കേഷന്റെ 22-ൽ നടന്ന എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ വർഷം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പൊ 5 വർഷമായി നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഈ വർഷം ലാസ്റ്റോട് കൂടിയിട്ട്, അതായത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉടനെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ വളരെ കുറച്ച് സമയം നമുക്ക് കിട്ടത്തുള്ളൂ. സിലബസ് വളരെ വാസ്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വർഷം നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ രീതിയിൽ മുന്നോട്ട് പഠിച്ചു തുടങ്ങാനാണ് ഇപ്പോഴേ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്നോ എന്ന്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഈ വർഷം തന്നെ വരും എന്നാണ് പ്രോബബിലിറ്റി, ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ആർക്കൊക്കെ അപേക്ഷിക്കാം, വയസ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 18 വയസ്സല്ല, 25 വയസ്സാണ്. സാലറി സ്കെയിൽ 35,700 മുതൽ 75,600 വരെയാണ്. ICDS സൂപ്പർവൈസറിന്റെ ഒരു നോട്ടിഫിക്കേഷനും നെക്സ്റ്റ് ഇയർ വരാൻ പോവുകയാണ്. അപ്പൊ ഇതേ സാലറി സ്കെയിൽ തന്നെയാണ് ICDS സൂപ്പർവൈസറിന്. അപ്പൊ ICDS സൂപ്പർവൈസറിന്റെ സിലബസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, നമ്മൾ കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഇത്, 2024-ൽ വന്ന സിലബസ് ആണ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് CDPO-യുടെ കൂടെ തന്നെ ICDS സൂപ്പർവൈസറും പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. ഏകദേശം സെയിം സിലബസ് തന്നെയാണ്. ഏകദേശം മീൻസ് CDPO-ക്കാണ് കുറച്ചുകൂടെ സിലബസ് കൂടുതൽ, ICDS-ന് ഏറ്റവും ലേറ്റസ്റ്റ് സിലബസ് അനുസരിച്ച് കുറച്ച് കുറവാണ്. അപ്പൊ രണ്ടും ഒരുപോലെ പഠിച്ചു പോകാവുന്നവർക്ക് പോകാവുന്നതാണ്. അപ്പൊ നോക്കുക, ആർക്കൊക്കെയാണ് ഇനി അപേക്ഷിക്കാൻ സാധിക്കുന്നത്? 25 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഇത് അപേക്ഷിക്കാനുള്ള അവസരം ഒരുക്കുന്നത്. ഇനി ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ആണ്, വെറും ഡിഗ്രി പോരാ. മാസ്റ്റർ ഡിഗ്രി ഏതൊക്കെ സബ്ജക്റ്റ് ആണ്? ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി. ഈ 4 സബ്ജക്റ്റുകൾക്കകത്ത് PG ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാനായിട്ട് സാധ്യത. ഇനി പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, സോഷ്യൽ വർക്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ്. ഇനി കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ടാണ്, ഇഗ്നോയിൽ നിന്നാണ്. അതൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. സോ ഇഗ്നോയിൽ നിന്നും സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി പഠിച്ച, ഹോം സയൻസ് ഒക്കെ പഠിച്ച ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. മാസ്റ്റർ ഡിഗ്രി പാസ് ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം. ഇനി സിലബസിനെ പറ്റിയിട്ട് പറയുന്ന സമയത്ത്, സിലബസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് 2020-ൽ വന്ന 22-ൽ എക്സാം നടന്ന സിലബസ് ആണ്. വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മാറ്റങ്ങൾ വന്നാലും നമ്മുടെ ICDS-നൊക്കെ വന്നതുപോലെ തന്നെ സെയിം സിലബസ് തന്നെ, ഒന്നുകൂടെ ചുരുങ്ങാനേ സാധ്യതയുള്ളൂ. ഇവിടെ 4 ടോപ്പിക്സ് ആണുള്ളത്. സോഷ്യോളജി 25 മാർക്കിന്, പിന്നെ സൈക്കോളജി, ഹോം സയൻസ്, സോഷ്യൽ വർക്ക്, അങ്ങനെ 100 മാർക്കിനാണ്. വളരെ വാസ്റ്റ് സിലബസ് ആണ്. ഇതിൽ നിന്നും ഓരോന്നിനകത്തു നിന്നും 25 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ ഓൾറെഡി സോഷ്യോളജിക്കാരാണെങ്കിൽ സോഷ്യോളജി നന്നായിട്ട് അറിയാം, സൈക്കോളജിക്കാരാണെങ്കിൽ സൈക്കോളജി നന്നായിട്ട് അറിയാം, സോഷ്യൽ വർക്കുകാരാണെങ്കിൽ സോഷ്യോളജിയും സോഷ്യൽ വർക്കും ഏകദേശം നന്നായിട്ട് അറിയായിരിക്കും, സൈക്കോളജിയുടെ തിയറി അറിയായിരിക്കും. ഹോം സയൻസുകാരാണെന്നുണ്ടെങ്കിൽ ഹോം സയൻസ് അറിയാം, ബാക്കി 3 ടോപ്പിക് അറിയില്ലായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇപ്പൊ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പ്രാവശ്യം നമ്മൾ ഫുൾ കോഴ്സ് ആണ്, അതായത് ഹോം സയൻസും സോഷ്യോളജിയും സൈക്കോളജിയും സോഷ്യൽ വർക്കും എല്ലാം കൂടെ ചേർത്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് കൃത്യമായിട്ട് സിലബസ് തീർത്തിട്ട് മോക്ക് ടെസ്റ്റ് സീരീസുകളൊക്കെ അറ്റൻഡ് ചെയ്ത് എക്സാം ആകുമ്പോഴത്തേക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും തുടങ്ങുന്നത്. 5 മാസം മുമ്പ് തൊട്ടേ തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പം അന്നൊക്കെ മെസ്സേജ് അയച്ചവർക്ക് ഞാൻ കുറെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് താഴെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഒരു നമ്പർ കൊടുത്തേക്കാം, ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിലേക്ക് CDPO ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കാം. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ 999 രൂപയാണ് ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത്. മാക്സിമം കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലാണെങ്കിലും 10,000-ന് മുകളിലേക്കാണ് ഒരു കോഴ്സിന് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കൊടുക്കുന്നതിന് വാങ്ങിക്കുന്നത്. അപ്പം എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നന്നായിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് ഞാൻ വിടും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട.
ഫുൾ ടോപ്പിക്സ് നമ്മൾ തീർക്കും, ഫുൾ മോക്ക് ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യും. അതുപോലെ മോഡ്യൂൾ വൈസ് മോക്ക് ടെസ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പം ആർക്കെങ്കിലും ഒക്കെ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് CDPO ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.